Next topic is theories of motivation. There are various types of theories. Most of the theories related with the human needs and wants. Some of the theories are closely related with the types of needs and types of the lifestyle of each individual. And instincts and drive reduction approaches are there. One of the theories purely standing on the basis of the instinctual approach. Instincts, it is pure. They were highlighted the importance of instincts. Then another theory, is standing on the reduction of reducing of the strength of drive is the important matter in this theory. Then there are lot of theories were established regarding motivation, but some are most important. We are closely discussing through these theories. The first theory is instinct theory. We have already learned what are the instincts and what is instincts. Okay, no doubt it is the biologically determined and innate patterns of behavior that exist in both people and animals. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഇൻസ്റ്റിങ്സ് ആർ ഇൻബോൺ ടെൻഡൻസീസ്, ഇൻബോൺ അൺലേൺഡ് ടെൻഡൻസീസ്. നമ്മളിൽ ഇന്നേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അൺലേൺഡ് ആയിട്ടുള്ളതുമായ ഒരു ടെൻഡൻസി ആയിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ഒരു ടെൻഡൻസിയാണ്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ എമംഗ് ദാറ്റ് സ്പീഷീസ്. ആ സ്പീഷീസിലുള്ള എല്ലാ ആളുകളിലും, സ്പീഷീസിലുള്ള എല്ലാത്തിലും സിമിലറായിട്ട് കാണുന്ന ഒന്നിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എവല്യൂഷണറി അപ്രോച്ചും ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയും ഒക്കെ പറയുന്നത്, എവല്യൂഷണറി അപ്രോച്ച് ദിസ് ഈസ് സിമിലർ ടു ദ ഇൻസ്റ്റിങ്ക്റ്റ് തിയറി. ആസ് പെർ ദ എവല്യൂഷണറി അപ്രോച്ച് ഹ്യൂമൻസ് ഹാവ് സം സിമിലർ ടെൻഡൻസീസ്, similar instinctual tendencies like animals. That means some of the instincts are similar among animals and human beings, such as the mating, the nest building, migrating, protecting their territory, protection tendency of their territories, etc. അപ്പോൾ ചില ഈ എവല്യൂഷണറി തിയറി അനുസരിച്ച് പറയുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ് തിയറി മനുഷ്യനിലും അതുപോലെ തന്നെ ആനിമൽസിലും ചില ഇൻസ്റ്റിങ്ക്റ്റ് സിമിലറായിട്ട് വരുന്ന മെയ്റ്റിംഗ്, അതിൻ്റെ ഇണയെ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ നെസ്റ്റ് ബിൽഡിംഗ്, ഇല്ല കൂടൊരുക്കുന്നത്. നമുക്കൊക്കെ ആ ഒരു ടെൻഡൻസി ഉണ്ട്, വീട് പണിയുക, വീടുണ്ടാക്കുക, അതിനുള്ളിൽ താമസിക്കുക, അല്ലേ, നെസ്റ്റ് മേക്കിംഗ്. അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നു, മൈഗ്രേഷൻ, അല്ലേ, അനുകൂലമായ സ്ഥലങ്ങളിലേക്ക്, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ പ്ലേസസ് നോക്കി നമ്മൾ മാറുന്നു, അല്ലെങ്കിൽ നമ്മളുടെ പ്ലേസിനെ നമ്മൾ എന്തായി മാറ്റുന്നു, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സ്യൂട്ടബിൾ പ്ലേസസിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്? ഇതെല്ലാം ഒരു ആനിമൽസും ഇങ്ങനെ ചെയ്യാറുണ്ട്, ബേഡ്സ് ആൻഡ് ആനിമൽസ് ഇതെല്ലാം ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിങ്ക്ട്സ് ആർ സിമിലർ അമംഗ് ആനിമൽസ് ആൻഡ് ഇൻഡിവിജ്വൽസ് അക്കോർഡിംഗ് ടു എവല്യൂഷണറി അപ്രോച്ചിലാണ് ഇത് പറയുന്നത്. ദെൻ അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റിലും ഇത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റും സിമിലറാണ്. പലപ്പോഴും മാതൃത്വം എന്ന് പറയുന്നത് ഇൻബോൺ ആണ്. ഇറ്റ് ഈസ് നോട്ട് എ ലേൺഡ് വൺ. ഒരിക്കലും ലേൺ ചെയ്തെടുത്തതല്ല, ഒരിക്കലും ഒബ്സർവ് ചെയ്ത് നമ്മൾ ലേൺ ചെയ്തെടുത്തതോ ഇമിറ്റേറ്റ് ചെയ്യുന്നതോ അല്ല. ബട്ട് ദീസ് ആർ ഇൻസ്റ്റിങ്ക്ച്വൽ വൺ. അത് ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ്, ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് സച്ച് ടൈപ്പ് ഓഫ് ബിഹേവിയേഴ്സ് ആർ ജനറേറ്റഡ് ഡ്യൂ ടു ദ ഇൻസ്റ്റിങ്ക്റ്റ്. നമ്മളിലുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമ്മളെ കൊണ്ട് അത്തരത്തിലുള്ള റെസ്പോൺസുകൾ ക്രിയേറ്റ് ചെയ്യിക്കുന്നതെന്നാണ് ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ടെൻഡൻസിയാണ്. അപ്പോൾ ബയോളജി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഇന്നേറ്റ് ടെൻഡൻസീസ് എപ്പോഴും മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെ കാണാം. മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെയുള്ള ഈ ഒരു സിസ്റ്റമാണ്, ഒരുപോലെയുള്ള ഈ ഒരു സിസ്റ്റമാണ് എന്തായിട്ട് വരുന്നത്, സിസ്റ്റമാണ്. അത് സിമിലറായിട്ട് വരുന്നു എന്ന് കണ്ടെത്തിയത് എവല്യൂഷണറി അപ്രോച്ചിലാണ്. ആ സിമിലറായിട്ടുള്ള ഈ അപ്രോച്ച് അത് ഇൻസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ടാണ് അത് ഒരേ രീതിയിൽ സിമിലർ അപ്രോച്ചായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇൻസ്റ്റിങ്ക്റ്റ് തിയറി according to this view, the human instinct to reproduction is responsible for our sexual behavior. Instinct for reproduction responsible for our sexual behavior. Then അതുപോലെ തന്നെ instinct for growth, instinct for fulfilling our hunger, അല്ലേ? അതൊരു ഇൻസ്റ്റിങ്ക്റ്റാണ്. ആ ഹങ്കറിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ കുറച്ചുകൊണ്ട് നമുക്ക് ഗ്രോത്ത് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈറ്റിംഗ് എന്ന് പറയുന്ന ബിഹേവിയർ പുറത്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ ചില പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് തിയറിയിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ പലപ്പോഴും അഗ്രസീവ് ആകുന്നു, വയലൻ്റ് ആകുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടാകും? ഒന്നുകിൽ നമ്മളുടേതായ നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതർവൈസ് നമ്മളുടേതായ ചില ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വൈഡ് റേഞ്ചിൽ പറഞ്ഞാൽ ടു പ്രൊട്ടക്റ്റ് അവർ ഓൺ ടെറിട്ടറി, നമ്മളുടേതായ ഏരിയ കീപ്പപ്പ് ചെയ്യാൻ. മറ്റൊരുത്തൻ വന്ന് കയറുന്നത് നമ്മൾ അനുവദിക്കത്തില്ല. നമ്മളുടേതായ ഏരിയയിൽ മറ്റൊരാൾ വന്ന് കയറാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെറിട്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ടെറിട്ടറി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ടെറിട്ടറി കീപ്പ് ചെയ്യാനായിട്ടുള്ള പരിശ്രമവും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നേക്കാം. ടെറിട്ടറി കീപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഇത് അഗ്രഷൻ നീഡാണ്, അഗ്രസീവ് നീഡാണ്. അപ്പോൾ അഗ്രഷനെ ബേസ് ചെയ്തിട്ടും ഇങ്ങനെയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നേക്കാം. അഗ്രഷനാണ്, വയലൻറ്റ് ബിഹേവിയറാണ്. അപ്പം വയലൻറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? അഗ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയലൻറ്റ് നേച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആൻ ഇന്നേറ്റ് വൺ, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിങ്ക്റ്റ്. അഗ്രഷൻ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നത്. The second theory, another important theory, that is called the drive reduction theory. Drive reduction theory, it was proposed by Hull in 1943. Hull, HULL, 1943 ഹള്ളാണ് ഇങ്ങനെ ഒരു തിയറി, അല്ലെങ്കിൽ ഈ ഒരു തിയറി ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആസ് പെർ ദിസ് തിയറി വി ഓൾറെഡി നോ വാട്ട് ആർ ദ ഡ്രൈവ്സ്. എന്തൊക്കെയാണ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ സൈക്കോളജിക്കൽ ടെൻഷൻ ആൻഡ് ഫിസിക്കൽ അറൗസൽ. സൈക്കോളജിക്കൽ ടെൻഷൻ ആൻഡ് ഫിസിക്കൽ അറൗസൽ. ആ ഒരു അറൗസലിനെയാണ് ബോത്ത് ഓഫ് ദീസ് കണ്ടീഷൻസ് അറൈസിങ് ഫ്രം എ ഡ്രൈവ്. ഒരു ഡ്രൈവിൽ നിന്നാണ് ഈ ഒരു കണ്ടീഷൻ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. അപ്പോൾ ഈ ഡ്രൈവ് ജനറേറ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന സൈക്കോളജിക്കൽ ടെൻഷൻസ് generated to the emergence of drive. Every individuals have a tendency to reduce such type of tension to avoid the physical discomfort. നമ്മളിൽ ഡ്രൈവ് എമർജ് ചെയ്തതുകൊണ്ട് ഡെവലപ്പ് ചെയ്ത സൈക്കോളജിക്കൽ ടെൻഷനെയും അതുപോലെ ഫിസിക്കൽ ഡിസ്കംഫോർട്ടിനെയും അവോയ്ഡ് ചെയ്യാൻ നമുക്കൊരു വലിയ ടെൻഡൻസി ഉണ്ട്. അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ബിഹേവിയർ പുറത്തെടുക്കും. ദാറ്റ് ഈസ് ദ ഡ്രൈവ് റിഡക്ഷൻ. ഡ്രൈവ് സ്ട്രെങ്തൻ ചെയ്തു വന്നു. ഹങ്കർ എന്ന് പറയുന്ന ഡ്രൈവ് സ്ട്രെങ്തൻ ചെയ്തു. ദെൻ വി ഹാവ് എ ടെൻഡൻസി ടു reduce hunger. So we have to take certain action that helps to reducing the hunger need. ഹങ്കർ എന്ന് പറയുന്നത് എമർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനാണ്, നമുക്കൊരു ഡിസ്കംഫോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഹങ്കറിനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ട ഹങ്കറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സ് നമ്മൾ പുറത്തെടുക്കും. അതാണ് ദാറ്റ് മീൻസ് വി ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ ഈറ്റിംഗ് ആൻഡ് സെർച്ച് ഫോർ ഫുഡ് എടുക്കാനും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പതിയെ ചുവട് മാറ്റും. അല്ലേ? നമ്മളതെന്ന് വെച്ചാൽ കിച്ചണിലേക്ക് പോകുന്നു, ഫുഡ് ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു, അല്ലേ? ഫുഡ് ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് നമ്മളത് പതിയെ കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. അത് നമ്മൾ ഡ്രൈവ് സ്ട്രെങ്തൻ ചെയ്തു. സോ we have a tendency to reduce it because that drive create psychological tension and physical arousal. ആ ഡ്രൈവ് നമ്മളിൽ സൈക്കോളജിക്കൽ ടെൻഷനും ഫിസിക്കൽ അറൗസലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? അതിനെ റെഡ്യൂസ് ചെയ്തേ പറ്റൂ. അതാണ് ഡ്രൈവ് റിഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അക്കോർഡിംഗ് ടു ദിസ് വ്യൂ ബിഹേവിയർ arises from physiological needs that cause internal drives to push the organism
to satisfy the need and reduce tension and arousal. നമുക്കൊരു ഫിസിയോളജിക്കൽ നീഡ്. അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്രൈവ് ആർ it is stemming up from the physiological needs. Drives always generate from our physical structure or our body. ഡ്രൈവ്സ് എപ്പോഴും നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചറിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തു വരുന്നത്, ശരീരത്തിൽ നിന്നുമാണ്. ഇറ്റ് ഈസ് സ്റ്റെമ്മിങ് അപ്പ് ഫ്രം അവർ ബയോളജിക്കൽ സിസ്റ്റത്തിൽ നിന്നാണ് ഡ്രൈവ്സ് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്തു വരുന്ന ഡ്രൈവ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം, ആ ടെൻഷൻ കുറയ്ക്കണം, എറൗസൽ കുറയ്ക്കണം, നമുക്കതിനെ ക്ലിയറായിട്ട് നിലനിർത്തി കൊണ്ടുപോകണം. അതാണ് നമ്മളുടെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു വലിയൊരു ഉദ്ദേശമാണ്. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള ബിഹേവിയർ പുറത്തെടുക്കും. അവിടെ 2 തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് പോകാം. ബിഫോർ ഗോയിങ് ടു ദാറ്റ് സെക്ഷൻ വി ഹാവ് ടു ലേൺ ദ ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം. ഒരുപക്ഷെ നിങ്ങൾ ഫിസിയോളജിയിൽ പഠിക്കുന്നുണ്ടാകാം. എങ്കിലും ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം, ദറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കീപ്പ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കീപ്പപ്പ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കീപ്പപ്പ് ചെയ്യുന്നതിനുള്ള, ബോഡിയുടെ ഒരു സ്റ്റഡി സ്റ്റേറ്റ് കീപ്പപ്പ് ചെയ്യുന്നതിനുള്ള ശരീരത്തിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. ഹോമിയോസ്റ്റാസിസ് മെക്കാനിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്ത് സിസ്റ്റമാണോ ശരീരത്തിൽ കുറവ് തോന്നുന്നത് ഉടനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റെപ്സ് ശരീരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യെസ്, ദെൻ അതുകൊണ്ട് തന്നെ ബയോളജിക്കലി സ്റ്റെമ്മപ്പ് ചെയ്യുന്ന ഡ്രൈവ്സിനെ റെഡ്യൂസ് ചെയ്യുക. അത് ഡ്രൈവ്സ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും, നമ്മൾ ഹങ്കറിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, ഹങ്കറും തെർസ്റ്റും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ളൊരു ടെൻഡൻസി, അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കുമെന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഡ്രൈവിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഹേവിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്, ഫുൾഫിൽമെൻറ്റ് ഓഫ് അവർ സൈക്കോളജിക്കൽ ടു റെഡ്യൂസ് ദ സൈക്കോളജിക്കൽ ടെൻഷൻ ഓർ എറൗസൽ. സോ വി ഹാവ് ടു ബിഹേവ് ഇൻ എ വേ. നമ്മളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത്, നമ്മളുടെ റെസ്പോൺസസ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാകാം. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാകാം. അതോടൊപ്പം തന്നെ ബിഹേവിയർ എന്ന് പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ ഫിസിയോളജിക്കൽ ടെൻഷനും ഫിസിക്കൽ എറൗസലും അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഡ്രൈവ് റിഡക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഡ്രൈവ്സ് സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പോകും. വിശപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് പോകും. വിശപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വി സ്റ്റോപ്പ് സച്ച് ടൈപ്പ് ഓഫ് ബിഹേവിയർ. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തും. ഡ്രൈവ് സ്ട്രെങ്തൻ ചെയ്തു, നമ്മൾ ഭക്ഷണം കഴിച്ചു, ഡ്രൈവ് വീക്കൻ ചെയ്തു പോയി. അങ്ങനെ ഡ്രൈവ് വീക്കൻ ചെയ്തിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന പരിപാടി നമുക്കവിടെ ഇല്ല. ഡ്രൈവ് വീക്കനായിരിക്കുകയാണ്, നമ്മൾ ഫുഡ് കഴിക്കുന്ന ബിഹേവിയർ നമ്മളത് ഒഴിവാക്കി നിർത്തി. നേരെ തിരിച്ചിനി അതിലേക്ക് വരുമ്പോൾ, ഫുഡ് കഴിക്കുന്ന ബിഹേവിയർ നമ്മൾ നിർത്തി കഴിഞ്ഞപ്പോൾ, അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്, ഡ്രൈവ് പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവ് വീണ്ടും സ്ട്രെങ്തൻ ചെയ്തു. ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ബിഹേവിയർ സ്ട്രെങ്തൻ ചെയ്യും, ഡ്രൈവിനെ റെഡ്യൂസ് ചെയ്യും. വീണ്ടും ഡ്രൈവ് റെഡ്യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കുന്ന പരിപാടി നിർത്തും. ഉടനെ പതിയെ എന്ത് ചെയ്യും, ഡ്രൈവ് വീണ്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ രാവിലെ ആഹാരം കഴിച്ചു, വിശക്കുന്നു, ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കൽ നിർത്തി, കുറച്ച് കഴിഞ്ഞു 2-3 മണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് എന്ത് ചെയ്തു, ഡ്രൈവ് എമർജ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനം. ഇതിനെ ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ബിഹേവിയർ എന്നായിരുന്നു ഈ തിയറിയിൽ പറയുന്നത്. ഇതൊക്കെ ഈ തിയറി തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡ്രൈവ് റിഡക്ഷൻ തിയറി. The next theory is incentive approach. Yes,
അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഡ്രൈവ് റിഡക്ഷൻ തിയറിയുടെ ഒരു പ്രത്യേകത ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഡ്രൈവ്സിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. അതോടൊപ്പം തന്നെ ദീസ് ഡ്രൈവ്സ് പുഷ് ദ ഓർഗാനിസം ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് നീഡ്സ്. സോ ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദ പുഷ് തിയറി. internal pushes are responsible for such type of behavior. നമ്മളുടെ ഈ ഡ്രൈവ്സ് എമർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഇൻറ്റേർണലി നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇൻറ്റേർണൽ പുഷ് നമുക്കുണ്ട്. ആ ഒരു ഇൻറ്റേർണൽ പുഷ് എന്തിലേക്ക് നയിക്കും? ചില ബിഹേവിയർ ജനറേറ്റ് ചെയ്യാനായിട്ട് നയിക്കും. അതുകൊണ്ട് തന്നെ ആ ഇൻറ്റേർണലി നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഭക്ഷണം ഇരിക്കുന്നിടത്തേക്ക്, വെള്ളം ഇരിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രൈവ് ആണെങ്കിൽ ആ ഡ്രൈവിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നതിലേക്ക് നമ്മളെ എത്തിക്കും. അതാണ് ഡ്രൈവ് തിയറിയുടെ പ്രത്യേകത. സോ ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ഇൻ ദ നെയിം ഓഫ് പുഷ് തിയറി. ഇതിനെ പുഷ് തിയറി എന്നും പറയാറുണ്ട്. അനദർ തിയറി ഈസ് ഇൻസെൻറ്റീവ് അപ്രോച്ചസ്. ഇൻസെൻറ്റീവ് തിയറീസ് ഓർ ഇൻസെൻറ്റീവ് അപ്രോച്ച്. ഇൻസെൻറ്റീവ് അപ്രോച്ചിൽ പറയുന്നത് ഇൻസെൻറ്റീവ്സ് ആണ് എപ്പോഴും ഇൻസെൻറ്റീവ്സ് ആർ അട്രാക്റ്റീവ് വൺ. ഇൻസെൻറ്റീവ്സ് ആർ തിങ്സ് ദാറ്റ് അട്രാക്ട് ദ പീപ്പിൾ ടു അച്ചീവ് ഇറ്റ്. എപ്പോഴും നമുക്ക് ചില സമ്മാനങ്ങൾ, ചില റിവാർഡ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ എന്തുണ്ട്, ഇൻസെൻറ്റീവ്സ് അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചില നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം, അത് നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതെല്ലാം എന്താണ്? ഇൻസെൻറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ്സ് എന്താണ്? അട്രാക്റ്റീവ് ആയിരിക്കും. സോ പീപ്പിൾ ആളുകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചില ബിഹേവിയേഴ്സ് പുറത്തെടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് സച്ച് ഇൻസെൻറ്റീവ്സ്. ആ ഇൻസെൻറ്റീവ്സിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ആ ഇൻസെൻറ്റീവ്സ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ബിഹേവിയേഴ്സ് പുറത്തെടുക്കും. അതിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ് അപ്രോച്ചസ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അട്രാക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് പുൾ ദ ഓർഗാനിസം ടു അച്ചീവ് ഇറ്റ്. നമുക്ക് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷനും എക്സ്ട്രൻസിക് മോട്ടിവേഷനും ഒക്കെ പഠിച്ചിരുന്നു. അതിനുള്ളിൽ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ പറഞ്ഞതുപോലെയാണ് നമുക്ക് കിട്ടുന്ന റിവാർഡിനെ, അതിൻ്റെ സവിശേഷതകൾ ഓർത്ത്, അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്ത് കിട്ടാൻ പോകുന്ന റിവാർഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചില ബിഹേവിയേഴ്സ് നമ്മൾ പുറത്തെടുക്കും. അതാണ് ഇൻസെൻറ്റീവ് അപ്രോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ്സിൻ്റെ അട്രാക്ഷൻ ഓഫ് ഇൻസെൻറ്റീവ്സ് ഡിറ്റർമൈൻ ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളുടെ പെരുമാറ്റത്തെ നിശ്ചയിക്കുന്നതിൽ എന്തുണ്ട്? ഈ ഇൻസെൻറ്റീവ്സിന് വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവ് തിയറി എപ്പോഴും ഇൻസെൻറ്റീവ് തിയറി ഓൾസോ നോൺ ആസ് ദ പുൾ തിയറി ഓഫ് മോട്ടിവേഷൻ. പുൾ തിയറി ഡ്രൈവ് തിയറിയാണ്, ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ് പുഷ് തിയറി എന്നറിയപ്പെടുന്നത്. അതേസമയം നമ്മുടെ ഇൻസെൻറ്റീവ് തിയറി ഈസ് നോൺ ആസ് പുൾ തിയറി ബിക്കോസ് ദ അട്രാക്റ്റീവ്നെസ് ഓഫ് ഇൻസെൻറ്റീവ്സ് പുൾ ദ ഓർഗാനിസം to achieve it. For the achievement of that incentives, individuals have to produce certain types of behaviors. അല്ലേ? ആ ഇൻസെൻറ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ ചില പെരുമാറ്റങ്ങൾ പുറത്തെടുക്കേണ്ടി വരും. അതാണ് എന്തെന്ന് പറയുന്നത്. അതാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഈ ഇൻസെൻറ്റീവ് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് 3 തിയറീസാണ്. ഡ്രൈവ് റിഡക്ഷൻ തിയറി, ഇൻസ്റ്റിങ്ക്റ്റ് തിയറി ആൻഡ് ഇൻസെൻറ്റീവ്സ് തിയറി. തിയറി 3 ടെക്സ്റ്റിൽ, ശ്രീവാണിയുടെ ടെക്സ്റ്റിൽ നിന്ന് നന്നായിട്ടൊന്ന് വായിക്കുക. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്തതിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.